പശ്ചിമേഷ്യൻ സംഘർഷം നിരീക്ഷിച്ച് അവശ്യ നടപടികൾ സ്വീകരിക്കുന്ന ഇന്ത്യ തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലുള്ള കപ്പലുകളുടെ സ്വതന്ത്ര സഞ്ചാരം പുനഃസ്ഥാപിക്കാൻ ചർച്ചകൾ വേണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കൂടുതൽ LPG ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സംഘർഷ മേഖലയിലേക്ക് സർവീസുകൾ നടത്തുന്നത് യാത്രക്കാരുടെ ജീവന ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടി പൈലറ്റുമാരുടെ സംഘടന DGCAക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ചേരുന്ന വിവരങ്ങളുമായി. അർജുന, ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഇന്റലിജൻസ് ഔട്ട്പുട്ടൊക്കെ കിട്ടുന്ന ആൾക്കാരാണല്ലോ പ്രധാനമന്ത്രിയൊക്കെ. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിമാരുടെ യോഗം യഥാർത്ഥത്തിൽ വിളിച്ചത് എന്തിനാണ് എന്നുള്ള അറിവുണ്ടോ? കാര്യം ഈ കരയുദ്ധം എന്നൊക്കെ പറഞ്ഞ് എത്രയോ കൂടുതൽ സൈനികരെയൊക്കെ അങ്ങോട്ടേക്ക് അയക്കുന്നു, ഖാർഗലിനെ പിടിച്ചെടുക്കാനുള്ള പരിപാടി നോക്കുന്നു, അങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് യുദ്ധത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൻ്റെ സൂചനകൾ നൽകുമ്പോൾ ആ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിന് പ്രത്യേക പ്രസക്തിയുണ്ട്. അപ്പോൾ ചില മുന്നൊരുക്കങ്ങൾ രാജ്യവും തുടങ്ങുന്നതാണ്. അർജുൻ, ഹഷ്മി കൃഷ്ണ, ഈ ഒരു സംഘർഷം അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നീണ്ടു പോവുകയാണെങ്കിൽ രാജ്യം അതിന്റെ ആഘാതത്തിൽ നിന്നും എങ്ങനെ ഒഴിവാകണം, എന്തൊക്കെ പ്രതിസന്ധികളിൽ നിന്നും ഏത് തരത്തിലൊക്കെ മറികടക്കണം എന്നുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യാനും അതിന് സംസ്ഥാനങ്ങളുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താനും കൂടി വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ സംസ്ഥാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്, മാത്രമല്ല കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏത് തരത്തിൽ പാലിച്ച് മുന്നോട്ട് പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിമാരുമായി ആരാഞ്ഞു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും പൂഴ്ത്തിവെപ്പ് തടയുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണ് ഇന്ത്യ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ചില ആലോചനകളും ചർച്ചകളും എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ അകത്ത് നടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതിൻ്റെ ഒരു പ്രധാന ഒരു സ്റ്റെപ്പ് എന്ന തരത്തിലാണ് ഇന്നലെ ഒരു അന്തർ മന്ത്രാലയ സമിതിക്ക് രൂപം നൽകിയത്. അത് രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ആ ഒരു സമിതി ഉള്ളത്. മാത്രമല്ല അമിത്ഷായും നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം ആ ഒരു സമിതിയുടെ അംഗമാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. നിലവിൽ 1.7 ലക്ഷം മെട്രിക് ടണ്ണുള്ള 5 LPG ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തായി ഇപ്പോൾ നങ്കൂരമിട്ട് കിടക്കുന്നുണ്ട്. ഈ 5 കപ്പലുകളും ഇന്ത്യയിലേക്കുള്ളതാണ്. അത് അടുത്ത ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ, ചില ചർച്ചകൾ ഇന്ത്യ ഇപ്പോൾ നടത്തി വരികയാണ് എന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ 4 LPG ടാങ്കറുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് വന്നത്. സമാനമായിട്ട് തന്നെ ഒരുമിച്ച് ഈ 5 കപ്പലും കടക്കാൻ സാധിക്കുമോ എന്നുള്ള ചില പോം വഴികൾ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാവും. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു താൽക്കാലിക നടപടിയാണ്. അതിനപ്പുറത്തേക്ക് ഈ സംഘർഷം ഇപ്പോൾ എന്തായാലും ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ നീണ്ടുപോകുമെന്നുള്ള ചില ചിന്തകൾ വരുന്നുണ്ട്. അത് ട്രംപിന്റെ പ്രതികരണത്തിൽ നിന്നും അതുപോലെ തന്നെ ഇറാന്റെ മറുപടിയിൽ നിന്നും എല്ലാം തന്നെ വ്യക്തമാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ ആഘാതം കുറയ്ക്കേണ്ടത്, ഏത് തരത്തിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഊർജ്ജ വിതരണം അത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒരുപോലെ നടത്തണം, മുൻഗണനാ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെ നൽകണം തുടങ്ങിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇന്നലെ നടത്തിയിട്ടുള്ള ആ ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ കൂടുതൽ യോഗങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അസമും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരെയും മുഖ്യമന്ത്രിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും ഒരു യോഗം ഉണ്ടായേക്കാം. ഇതെല്ലാം തന്നെ ഈ പ്രതിസന്ധികളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരിക്കും കൈക്കൊള്ളാൻ പോകുക. ഹഷ്മി കൃഷ്ണ, എന്തായാലും ആയുധങ്ങളുടെ യുദ്ധം എന്നതിനപ്പുറം ഇതിനോടകം തന്നെ അതൊരു എക്കണോമിക് വാർ, സാമ്പത്തിക യുദ്ധമായിട്ടുണ്ട്. അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രകടമായി തുടങ്ങുന്നുണ്ട്. ചെറിയ സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കാര്യമായി തന്നെ വലിയ തൊഴിൽ നഷ്ടമടക്കം വലിയ ഒരു നേരത്തെ ഇപ്പോൾ റിസഷന്റെ സമയത്തുണ്ടായിരുന്ന ആ പോക്കിലേക്കൊരു പോക്ക് ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. അതിലിപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നമ്മൾ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യ മാത്രമാണ് കാര്യമായ നടപടികളൊന്നും ഇല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമങ്ങളിലേക്ക്, അധിക ക്ഷാമങ്ങൾ ഇപ്പോൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അധിക ക്ഷാമങ്ങളിലേക്ക് പോവാതെ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ മാത്രമാണ്. പല രാജ്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇന്ധനം നിറയ്ക്കുന്നതിലൊക്കെ റേഷനിങ് ഏർപ്പെടുത്തിയ പല സ്ലോവേനിയ പോലെയൊക്കെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ലോക്ക്ഡൌൺ എന്ന വാക്ക് പോലെ ആവുന്നില്ലെങ്കിൽ കൂടിയും ഏതാണ്ട് അതിന് സമാനമായ സാഹചര്യം പല രാജ്യങ്ങളിൽ ഇതിനോടകം വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്നത് ശരിയാണ്. പക്ഷേ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ, ഇത് വല്ലാത്ത അവസ്ഥയാവുകയാണെന്നുണ്ടെങ്കിൽ, ഹോർമൂസ് കടലിടുക്കിൽ അവിടെ പ്രതിസന്ധി തുടരുകയാണെന്നുണ്ടെങ്കിൽ, ഇനി അപ്പോൾ ഇപ്പുറത്തെ പ്രശ്നമുണ്ടായി റെഡ് സീൽ പ്രശ്നമുണ്ടാക്കി അവിടുത്തെ ഒരു സീ റൂട്ടൂടൊക്കെ അടയുകയാണെങ്കിൽ ഇത് വലിയ റിസഷനിലേക്ക് പോകും, ഒരുപക്ഷെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കൊക്കെ പോകും. അപ്പോൾ എന്തൊക്കെ മുൻകരുതൽ, അങ്ങനെ യുദ്ധം നീണ്ടു നിന്നാൽ ഉള്ള അവസ്ഥയെപ്പറ്റിയുള്ള മുൻകരുതൽ നമ്മൾ രാജ്യം ആലോചിക്കുക. അതിനാണ് മുഖ്യമന്ത്രിമാർ യോഗമൊക്കെ ചേർന്നത്. നമ്മൾ നല്ല ശക്തമായ പൊസിഷനിലാണ്, നമ്മൾ ശക്തമായി തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷേ അപ്പോഴും യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ ഇത് ഒരുപക്ഷെ നമ്മുടെ ആരുടെ ചിന്തയ്ക്കും അപ്പുറത്തേക്ക് ഇത് പോകും എന്ന തർക്കമില്ല. കാര്യം ഇത് ഏതെങ്കിലും രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ കൊല്ലുന്ന ഈ പറയുന്ന ആയുധങ്ങളുടെ യുദ്ധം മാത്രമല്ല, ഇത് എണ്ണയുടെ യുദ്ധമാണ്, ഇത് സാമ്പത്തിക യുദ്ധമാണ്. അതാണ് പ്രശ്നം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.